ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവാ സംഘം തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എറണാകുളം കുണ്ടന്നൂർ പാലത്തിന് താഴെ നിന്നും ഇന്നലെ പിടിയിലായ സന്തോഷ് കുറുവാ സംഘാംഗമാണെന്നും ഇയാളാണ് മണ്ണഞ്ചേരിയിലെത്തിയതെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു പറഞ്ഞു. പ്രതിയുടെ നെഞ്ചിൽ പച്ച കുത്തിയതാണ് ആളെ തിരിച്ചറിയാൻ നിർണായകമായത്. പാലായിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നതും അന്വേഷിച്ചു. അങ്ങനെയാണ് സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തത്. പുലർച്ചെ രഹസ്യമായി തെളിവെടുപ്പ് നടത്തി. മോഷണം നടന്ന വീട്ടിലെ ഇരകൾ രാത്രിയായതിനാൽ മുഖം കണ്ടിരുന്നില്ല. കുറുവാ സംഘത്തിൽ 14 പേരാണുള്ളത്. പ്രതിയെ പിടിച്ച കുണ്ടന്നൂരിൽ നിന്നും ചില സ്വർണ്ണ ഉരുപ്പടികൾ കിട്ടി. കഷ്ണങ്ങളാക്കിയ ആഭരണങ്ങളാണ് ലഭിച്ചത്. സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠന്റെ കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. സന്തോഷിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് വ്യക്തമാക്കി. ഈ 29-ന് ആദ്യ അറ്റംപ്റ്റ് നടന്ന നേതാജി ജംഗ്ഷനുള്ള വീട്, അവിടുത്തെ വിഷ്വൽസ് നമ്മൾ നോക്കിയാൽ ഇതേപോലെ തന്നെ മുഖം മൂടി അർത്ഥനഗ്നരായിട്ട് വരുന്ന 2 പേരടങ്ങുന്ന സംഘത്തെയാണ് കണ്ടത്. അതിൽ നെഞ്ചിൽ പച്ച കുത്തിയ ഇതാണ് നമുക്ക് അടയാളമായിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കിയത്. അത്തരത്തിലുള്ള ആൾക്കാർ ആരാണെന്നുള്ളത് പറ്റി അന്വേഷിച്ചു. പാലയിലെ കൺഫർഷനും എല്ലാം കൂടി നോക്കി അതേ ആണ് ഈ പ്രതികളിലേക്ക് ലീഡ് ചെയ്ത്. പിടിയിലായ സന്തോഷിന്റെ പേരിൽ ചങ്ങനാശ്ശേരി, പാല, ചിങ്ങവനം സ്റ്റേഷനുകളിലായി 4 കേസുകളുണ്ടെന്നും തമിഴ്നാട്ടിൽ നിന്നാണ് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് പറയുന്നു. 3 മാസം ജയിലിൽ കിടന്നതാണ്. കഴിഞ്ഞ 3 മാസമായി പാലാ സ്റ്റേഷനിലെത്തി ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നും പോലീസ് വിശദീകരിക്കുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.